ഹലോ, നമസ്കാരം. എന്തൊക്കെ സുഹൃത്തുക്കളെ, സുഖമാണോ? സുബേർ ബാപ്പാണ്. ഇന്ന് ഞായറാഴ്ചയാണ്. ഒരുപാട് ആൾക്കാർ പല പല തിരക്കിലായിരിക്കും അല്ലെ. എന്നിട്ട് എന്തൊക്കെ കുറെ ആൾക്കാർ പറയാം സുബേർ ബാപ്പിനോട് വെപ്പ് മുടിയാണ്, ഒറിജിനൽ അല്ല. അതൊക്കെ ഒറിജിനൽ മുടിയാട്ടോ. അങ്ങനെ നിങ്ങള് ഉണ്ടോ? വെപ്പ് മുടിയാണ് നടക്കണ്ട. എന്തുട്ടാ വർത്താനം കേട്ട്. അപ്പോ ഇപ്പൊ കുറച്ച് ആൾക്കാരെ ഞാൻ ഇപ്പം പൊളിറ്റിക്സ് വീഡിയോസുകളൊന്നും വരാത്തോണ്ടേ അജീഷ് അലി വന്നിട്ടുണ്ട്. അജിയാണ് അല്ലേ. പൊളിറ്റിക്സ് വീഡിയോസ് വരാത്തോണ്ട് കുറെ ആൾക്കാർ ചോദിക്കാണ്, അപ്പോൾ എന്താണ് ഇപ്പോൾ രാഷ്ട്രീയം വിട്ടോ, BJP വിട്ടോ? ഇപ്പം ഇതിൻ്റെ ഇടയ്ക്ക് സെക്രട്ടേറിയറ്റിൽ പോയ സമയത്ത് അവിടുന്ന് ഒരു CPM-ന്റെ ആൾക്കാരൊക്കെ ഒരു എന്താ പറയുക, അവിടെ ഒരു പ്രകടന കാര്യം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അവിടുന്ന് ഒരു ജസ്റ്റ് ഒരു സെൽഫി ഇട്ടു. അപ്പോൾ ആൾക്കാർ ചോദിക്കുക, നീ BJP വിട്ട് CPM-ക്ക് കയറിയോ? അൻവറിൻ്റെ പ്രോഗ്രാമിൽ അൻവറിൻ്റെ നിലമ്പൂർ പോയിരുന്നു. അൻവർ എന്തൊക്കെയാണ് പറയണത് കേൾക്കാൻ വേണ്ടി പോയതാ. ആരായാലും എന്തെങ്കിലും കേൾക്കണല്ലോ നമ്മള്. അപ്പോൾ എന്നെ ആൾക്കാർ അൻവറിന്റെ പാർട്ടിക്കാരനാക്കി മാറ്റി. ഇപ്പൊ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ പോയിരുന്ന സമയത്ത് ഞാനൊരു സെൽഫി ഇട്ടപ്പോൾ എന്നെ CPM-കാരനായി മാറ്റി. ഇനി കോൺഗ്രസിന്റെ കൂടെ ഒരു സെൽഫി എടുക്കുമ്പോൾ എന്നെ കോൺഗ്രസ്സുകാരനായി മാറ്റും. ഇത്രേ ഉള്ളൂ നമ്മളെ ആൾക്കാരുടെയൊക്കെ വിശേഷങ്ങൾ. അജി, ഇത് നമ്മളെ ചങ്ക് അജിയാണല്ലോ നിലമ്പൂര്. നിങ്ങളൊക്കെ കണ്ട കാലം മറന്നാണ്. എന്തെങ്കിലും ഒരു വിവാദം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളൊക്കെ വാട്സപ്പിൽ ബന്ധപ്പെടുള്ളൂ അല്ലേ അജിയെ, അല്ലെങ്കിൽ നിങ്ങളൊന്നും കാണൂല. റഷീദ് സുഖാണോ? സൺഡേ ആയിട്ട് വീട്ടിലാണോ? അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം BJP രാഷ്ട്രീയം എന്നുള്ളത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ BJP-യുടെ നിലപാടുകളൊന്നും നമുക്ക് യോജിച്ച് പോകാൻ പറ്റുന്ന നിലപാടുകളല്ല. അതുകൊണ്ട് നമ്മൾ പതുക്കെ അതിങ്ങനെ വിട്ടു നിൽക്കുകയാണ്. മനസ്സിലാവുണ്ടോ? BJP-യുടെ നേതാക്കന്മാരുടെ ഇപ്പോഴത്തെ പോക്ക്, ഒന്നാമത് ഇവർക്ക് പാർട്ടിയും മതവും രാഷ്ട്രീയവും മതവും ബാലൻസ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകാൻ അവർക്ക് അറിയുള്ളൂ. അതായത് ഹിന്ദുത്വ രാഷ്ട്രീയം എന്ന് മറ്റുള്ള രാഷ്ട്രീയക്കാർ പറഞ്ഞാലും സത്യത്തിൽ BJP-യുടെ ഹിന്ദുത്വ രാഷ്ട്രീയമല്ല കേരള നേതാക്കന്മാർ കാഴ്ചവെക്കുന്നത്. ഒരു കാര്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. അനുഭവമാണ് നമ്മുടെയൊക്കെ മുന്നിലുള്ള ഓരോ ഗുരുനാഥന്മാർ. ലോകത്തെ ഏറ്റവും വലിയ ഗുരുനാഥൻ എന്താ? തൻ്റെ മുന്നിലേക്ക് വന്ന തൻ്റെ വിജയവും പരാജയവുമാണ് നമ്മുടെ ഗുരുനാഥന്മാർ അല്ലെ. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ വെറുപ്പിന്റെ രാഷ്ട്രീയം കൊണ്ട് ആർക്കൊരു ഒന്നും നേടിയ ചരിത്രം നമ്മുടെ മുന്നിലില്ല. വെറുപ്പിന്റെ രാഷ്ട്രീയം കൊണ്ട് ആർക്കൊന്നും നേടിയ ചരിത്രമില്ല. പിന്നെ ഹിന്ദുക്കൾ ഒരുമിക്കുക, മുസ്ലിങ്ങൾ ഒരുമിക്കുക, ക്രൈസ്തവർ ഒരുമിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള മുദ്രാവാക്യങ്ങളൊക്കെ ഉണ്ട്. അതും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല, നടക്കൂല. ഈ ഇന്ത്യ രാജ്യത്തിലെ മുഴുവൻ ഹിന്ദുക്കളെ ഒരുമിപ്പിക്കാൻ ഒരാളെ കൊണ്ടും കഴിയില്ല. ഇപ്പോ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുന്നത്, കേരളത്തിൽ വരുമ്പോഴാണ് ഹിന്ദു മുസ്ലിംസ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻസ് കേരളത്തിലാണ് ഇപ്പോൾ അത് കൂടുതലുള്ളത്. അങ്ങ് തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് ചില ഭാഗങ്ങളിൽ മുസ്ലിം പള്ളികളോ മുസ്ലിങ്ങളോ ഇല്ല. അവിടെ എങ്ങനെയാണ് വിഭാഗീയത ഉണ്ടാക്കുന്നത്? അവിടെ താഴ്ന്ന ജാതി, മേൽജാതി, ചിന്ന കൗണ്ടർ അല്ലെങ്കിൽ നാടാർ, ഇങ്ങനെയുള്ള കൗണ്ടർ നാടാർ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ. അവിടെ ജാതീയതയാണ് അവിടെ ഉള്ളത്. അവിടെ ആരാ പ്രശ്നം? അവിടെ ഹിന്ദുക്കൾ തമ്മിലാണ് പ്രശ്നം അല്ലേ. കർണാടകയിലെ ചില ഭാഗങ്ങളിലും നോർത്ത് ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഹൈന്ദവർ ഭൂരിപക്ഷമായി നിൽക്കുന്ന ഏരിയകളിൽ ഹിന്ദുക്കൾ തമ്മിലാണ് പ്രശ്നം. ആണോ? അല്ലേ? ആണ്. അമേരിക്കയിലെ ക്രൈസ്തവരാണല്ലോ കൂടുതൽ. അവിടെ ആര് തമ്മിലാ പ്രശ്നം? ക്രൈസ്തവർ തമ്മിലാ പ്രശ്നം. എന്നാൽ അവിടെ കറുപ്പന്മാരും വെളുപ്പന്മാരും തമ്മിലാണ് പ്രശ്നം. കറുത്ത ക്രൈസ്തവരും വെളുത്ത ക്രൈസ്തവരും തമ്മിൽ അല്ലേ. അങ്ങനെ നോക്കുമ്പോൾ ഈ രാജ്യത്ത് പ്രശ്നങ്ങളില്ലാത്തൊരു സ്ഥലമല്ല. ഉണ്ടോ? ഇല്ല. അപ്പോ ഇവിടെ മുസ്ലിങ്ങൾ തമ്മിൽ, ഇനി മുസ്ലിം മാത്രമുള്ള രാജ്യമാണ് എങ്കിൽ, ഇപ്പൊ അറബ് രാജ്യങ്ങളിൽ
മുസ്ലിങ്ങൾ മാത്രമാണ് അല്ലെ, അവിടെ ഹിന്ദുക്കളേ ഇല്ല, ക്രൈസ്തവരും ഇല്ല. ഇറാഖ് പോലുള്ള, ഇറാന് പോലുള്ള രാജ്യങ്ങളൊക്കെ മുസ്ലിം രാജ്യങ്ങളാ. അതുപോലെ പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളൊക്കെ മുസ്ലിം രാജ്യങ്ങളാ. പാകിസ്ഥാനിൽ ആര് തമ്മിലാ പ്രശ്നം? മുസ്ലിങ്ങളും തമ്മിലാ പ്രശ്നം. ഷിയാക്കള് സുന്നികള് ഇത് രണ്ടും മുസ്ലിങ്ങളാ അല്ലെ. അതുപോലെ ഇറാനിൽ ആര് തമ്മിലാ? മുസ്ലിങ്ങൾ തമ്മിലാ പ്രശ്നം. ഷിയ എന്ന് പറഞ്ഞിട്ടുള്ള മുസ്ലിം വിഭാഗവും സുന്നി എന്ന് പറഞ്ഞിട്ടുള്ള മുസ്ലിം വിഭാഗവും അല്ലെ. അപ്പൊ പ്രശ്നങ്ങളില്ലാത്ത ഒരു രാജ്യവും ഇല്ല എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. ഇനിയിപ്പോ അവിടെ മുസ്ലിങ്ങൾ തമ്മിൽ തന്നെ ഇപ്പൊ നിങ്ങൾക്ക് തന്നെ ആലോചിച്ചറിയാം, നമ്മൾ എറണാകുളം തൃശ്ശൂർ ഭാഗങ്ങളിൽ പോകുമ്പോൾ തൊട്ടടുത്ത് ചുറ്റുഭാഗത്ത് തന്നെ 4 or 5 ക്രൈസ്തവ ദേവാലയങ്ങൾ കാണാൻ സാധിക്കും നമുക്ക്. ഇവിടെ ഒരു ക്രൈസ്തവ ദേവാലയം ഈ ഭാഗത്തൊന്നുണ്ടെങ്കിൽ തൊട്ടപ്പുറത്തൊന്നുണ്ട്, തൊട്ടപ്പുറത്തൊന്നുണ്ട് അല്ലെ. അടുത്തടുത്ത് ക്രൈസ്തവ ദേവാലയം. യേശുക്രിസ്തു ഒന്നേലേ ഉള്ളൂ. എന്തിനാ പിന്നെ ഈ യേശുക്രിസ്തുവിനെ ആരാധിക്കാൻ ഒരു 4-5 ദേവാലയം? ഒറ്റ യേശുദേവനല്ലേ ഉള്ളൂ, ആണോ അല്ലേ? ഈ യേശുദേവനെ ആരാധിക്കാൻ ഒറ്റ ദേവാലയം പോരെ? എന്തിനാ 5-6 ഒരേ സ്ഥലത്ത് ഒരേ പട്ടണത്തില്? അത് പല പല ആൾക്കാർ, ചിലര് റോമൻ കാത്തലിക്, ബെന്തിക്കോസ് എന്നൊക്കെ പറഞ്ഞ പല പല സഭകള്. ഈ പല പല സഭകൾക്ക്, ഓരോ സഭകൾക്കും വേറെ വേറെ ദേവാലയങ്ങളും അല്ലെ. ഇനി മുസ്ലിങ്ങളിലേക്ക് വരികയാണെങ്കിലോ അത് അതിലും വലിയ കോമഡിയാണ്. സുന്നികള്, മുസ്ലിങ്ങള്, മുജാഹിദുകള്, ജമായത്ത്, ഖാദിയാന്, തബ്ലീഗ്, ജിന്ന്, ശൈത്താന് എന്നൊക്കെ പല പല പേരില് പല രീതിയിലുള്ള, ഇവർക്കൊക്കെ വേറെ പള്ളികളും ഉണ്ട്. അല്ലാഹ് ഒന്നല്ലേ ഉള്ളൂ മക്കളെ. അല്ലാഹു അക്ബർ ഒന്നല്ലേ ഉള്ളൂ, ഷഹാദത്ത് ഒന്നല്ലേ ഉള്ളൂ അല്ലെ. ഇതൊക്കെ ഒന്നേ ഉള്ളൂ. സുന്നി പള്ളിക്കെന്ന് ബാങ്ക് കൊടുക്കുമ്പോ തന്നെ ഈ ബാങ്കിന്റെ ഒപ്പം തന്നെ മുജാഹിദ് പള്ളിക്കൊന്നും കൊടുക്കും ബാങ്ക്. എന്നിട്ട് ഈ 2 ബാങ്കും കേൾക്കാത്തൊരവസ്ഥ അല്ലെ. ഈ 2 ബാങ്കും കേൾക്കൂല. മുസ്ലിങ്ങൾ തമ്മില് അള്ളാനെ വെച്ചുള്ള ഫൈറ്റ്. മുസ്ലിങ്ങൾ തമ്മിൽ അള്ളാനെ വെച്ചുള്ള ഫൈറ്റ്. ഇത് കേൾക്കുന്ന ഹൈന്ദവരും ക്രൈസ്തവരുമായ സഹോദരങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇവർ തമ്മിൽ തന്നെ യോജിപ്പില്ലേ എന്ന് തോന്നും. എന്നാൽ ചില പള്ളികളിലൊക്കെ മാറ്റം വരുത്താറുണ്ട്. ചില ടൗണിലൊക്കെ ചെല്ലുമ്പോ ഒരു പള്ളിക്കത്തെ ബാങ്ക് കൊടുത്ത് കഴിഞ്ഞിട്ടേ മറ്റേ പള്ളിക്കന്ന് കൊടുക്കുള്ളൂ. ചില പള്ളിക്കല് ഒന്നായിട്ടൊരു മുഴക്ക, ഒന്നായിട്ടിങ്ങനെ ഏതേതും മനസ്സിലാവില്ല. എന്തിനാ ഈ ഫൈറ്റ്? എന്നിട്ട് പറയാ മുസ്ലിങ്ങൾ ഒരുമിക്കണം, ക്രൈസ്തവർ ഒരുമിക്കണം, ഹൈന്ദവർ ഒരുമിക്കണം. നടക്കൂല, നടക്കാൻ പോകുന്നില്ല. നിങ്ങള് ഈ ഇന്ത്യ രാജ്യത്തുള്ള എല്ലാ പള്ളികളും പൊളിച്ച്, അല്ലെങ്കിൽ എല്ലാ പള്ളികളിലെ തീരുമാനം എടുക്കുക, ഇനി നമുക്ക് എല്ലാവർക്കും സുന്നി വിശ്വാസത്തിൽ ജീവിക്കാം എന്ന് പറഞ്ഞാൽ മുജാഹിദുകൾ സമ്മതിക്കോ? ഇല്ല. മുജാഹിദിന്റെ ആശയത്തോടെ പിൻപറ്റി ജീവിക്കുക എന്ന് മുജാഹിദുകൾ പറയുമ്പോൾ ഈ സുന്നികളും ജമായത്തുകളും വിശ്വസിക്കോ? അല്ലെങ്കിൽ നമ്മളൊപ്പം കൂടുവോ? ഇല്ല. ജമായത്തുകാർ പറയാ ഞങ്ങളെ ആശയമാണ് വലുത്, നിങ്ങൾ ഞങ്ങളെ കൂടെ പോരും എന്ന് പറഞ്ഞ സുന്നികളും മുജാഹിദുകളും തബ്ലീഗുകളും പിന്താങ്ങോ? ഇല്ല. ഇല്ല. ഇവർ ഒരുമിച്ച് നിസ്കരിക്കൂടില്ലല്ലോ. ഒരു മറവ് ചെയ്യാൻ പോകുമ്പോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു സുന്നി വിശ്വാസിയായ ഒരാളെ മറവ് ചെയ്യാൻ പോകുമ്പോ മുജാഹിദിന്റെ ആൾക്കാരൊക്കെ കുറച്ച് സമയം ഉണ്ടാവും. ഈ മറവ് ചെയ്ത് പ്രാർത്ഥന തുടങ്ങുന്ന സമയത്ത് സുന്നി ആശയക്കാർ അവിടെ നിൽക്കുകയും ചെയ്യും, മുജാഹിദിന്റെയും ജമാഅത്തിന്റെ ആശയക്കാർ ഒറ്റ പോക്കായിരിക്കും. ഇതൊക്കെ നമ്മൾ കാണുന്ന കാഴ്ചയാണ്. അവിടെ പോലും മരിച്ച അവിടത്തെ പോലും സഹകരിക്കൂല. മരിച്ചു കടന്ന ആളോട് പോലും വിവേചനം. അത് പാടില്ല എന്നാണ് അവർ പഠിക്കുന്നത്. മരിച്ച ആൾക്കാർ പിന്നെ ഒന്നും കേൾക്കൂല, അവനായി അവന്റെ പാടായി എന്നാണ് അവർ പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഈ സാഹചര്യത്തില്, ഇങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തില് BJP പറയാണ് ഹിന്ദുക്കൾ ഒരുമിക്കണം, മുസ്ലിങ്ങളെ അറ്റാക്ക് ചെയ്യണം. BJPയിൽ പെട്ട ചില നേതാക്കന്മാര്. അത് ശരിയാണോ? ഈ മുസ്ലിങ്ങൾ തീവ്രവാദികളാണെന്ന് അവർ പറയുള്ളൂ. മുസ്ലിങ്ങളിൽ ഇന്ന സംഘടന തീവ്രവാദികളാണെന്ന് പറയണെങ്കിൽ ഓക്കെ. ഇതിങ്ങനെ മുസ്ലിങ്ങളൊക്കെ തീവ്രവാദികൾ, മുസ്ലിങ്ങളൊക്കെ മോശക്കാര്, ഈ രീതിയിലാണ് ഇവരൊക്കെ കാണുന്നത്. അത് ശരിയായൊരു പ്രവണതയാണോ? മുസ്ലിങ്ങളൊക്കെ മോശക്കാരാ?
ലോകത്തിലെ മുസ്ലിങ്ങളൊക്കെ മോശക്കാരാ ആണോ? അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയോ? അങ്ങനെ പറയാൻ പാടുണ്ടോ? നമുക്ക് ഇങ്ങനെയൊക്കെ ഈ ഒരു രീതിയിലുള്ള സംസാരം കൊണ്ടാണ് പൊതുവെ BJP നേതാക്കന്മാരോടൊക്കെ ഒരു താല്പര്യക്കുറവ്. പിന്നെ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ ഇന്നലെ വരെ RSSന് വേണ്ടിയിട്ടും BJPക്ക് വേണ്ടിയിട്ടും ഘോരഘോരം ശബ്ദിച്ചിരുന്ന സന്ദീപ് വാര്യർ, ഈ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയപ്പോൾ ഈ സന്ദീപ് വാര്യർക്ക് ഇന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്വീകാര്യത അത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിലാണ് അദ്ദേഹത്തിന് കിട്ടുന്ന ഓരോ വേദികളും അംഗീകാരങ്ങളും. ഞാനൊന്ന് പറയട്ടെ നിങ്ങളോട്, ഇതുപോലെ ഈ കോൺഗ്രസിൽ നിന്നും CPMൽ നിന്നും BJPയിലേക്ക് ഒരുപാട് പേര് പോയിട്ടുണ്ട്. ഒരുപാട് പേര്. എന്തിനേറെ കേരളത്തിന്റെ പുലിക്കുട്ടി, സിംഹക്കുട്ടി, ഒറ്റയാൻ എന്നൊക്കെ അറിയപ്പെടുന്ന PC ജോർജ് പോയി. ആ PC ജോർജിന് ഇവരൊരു സീറ്റ് കൊടുത്ത് അവിടെ ഇരുത്തി എന്നല്ലാതെ അദ്ദേഹത്തിന് വേണ്ട രീതിയിൽ പ്രാതിനിധ്യം കൊടുത്തിട്ടുണ്ടോ? CPMലും കോൺഗ്രസിലും രാഷ്ട്രീയ കളരികൾക്ക് CPMന്റെയും കോൺഗ്രസിന്റെയും MLA ആയി വർക്ക് ചെയ്ത രാഷ്ട്രീയ കുലപതി എന്നറിയപ്പെടുന്ന ശ്രീ അബ്ദുള്ള കുട്ടി, അദ്ദേഹം BJPയിൽ പോയി. അദ്ദേഹത്തിന് വേണ്ട രീതിയിൽ പരിഗണന കൊടുത്തിട്ടുണ്ടോ? ഇല്ല. അദ്ദേഹത്തിന് ഈ കഴിഞ്ഞ പാലക്കാട് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനുമായി ബന്ധപ്പെട്ട ഒരാള് എന്നോട് സംസാരിച്ച ആളെ പേര് എനിക്ക് ഇപ്പൊ വെട്ടി തുറന്ന് പറയാൻ താല്പര്യമില്ല. ആ പാലക്കാട് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് നല്ലൊരു റൂം പോലും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. അവഗണന. അബ്ദുള്ള കുട്ടിക്ക് BJPയിൽ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു അവഗണന ഉണ്ടല്ലോ, ചിന്തിക്കാൻ പോലും കഴിയില്ല. അദ്ദേഹം ഇപ്പം പിടിച്ചു നിൽക്കുകയാണ്. സത്യം പറയണെങ്കിൽ അദ്ദേഹത്തിനൊക്കെ BJPയിൽ നിന്നിട്ട് BJPയിൽപ്പെട്ട ആൾക്കാര് ശരിക്കിന് കുത്തി നോവിക്കുന്നുണ്ട്. BJPയുടെ ഇപ്രാവശ്യത്തെ ഉപതെരഞ്ഞെടുപ്പില് അദ്ദേഹത്തിനോട് ചുമതല ഉണ്ടായിരുന്നു. 3 ദിവസം ചുമതല ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് കിട്ടിയ റൂമിനെ പറ്റി നിങ്ങളൊന്ന് അന്വേഷിക്കുക. അദ്ദേഹത്തിന് കൊടുത്ത റൂമിനെ കുറിച്ച് നിങ്ങളൊന്ന് അന്വേഷിക്കുക. അദ്ദേഹത്തിന് വേദികൾ പോലും കൊടുത്തിട്ടില്ല. ചില വേദികളിൽ അദ്ദേഹം ബാക്ക് സീറ്റില് കാണികളെ പോലെ രീതിയിൽ ഇരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. അത്രയും അവഗണന. അതുപോലെ BJPയിൽപ്പെട്ട 40 വർഷമായും 50 വർഷമായി നിൽക്കുന്ന ചില BJP പ്രവർത്തകരൊക്കെ ഉണ്ട്. അത് മുസ്ലിം നാമധാരികളായി എന്ന പേരില് അവർക്ക് വേണ്ട രീതിയിൽ പരിഗണന കിട്ടുന്നില്ല. ഇതൊക്കെ ഇന്ന് BJPയിൽ കയറിയ മുസ്ലിങ്ങളുടെയും ക്രൈസ്തവരുടെയും ഓരോ അനുഭവങ്ങളാണ് നമ്മൾ പറയുന്നത്. പേരിന് മാത്രം മതി അവർക്ക് മുസ്ലിങ്ങൾ BJPയിൽ. അവരെ കൊണ്ട് പ്രവർത്തിപ്പിക്കാനോ അവരൊക്കെ ഒരു പ്രസ്ഥാനത്തിലേക്ക് വന്നിട്ട് ആ പ്രസ്ഥാനം അവരെ ഉപയോഗപ്പെടുത്താൻ അവരെ കൊണ്ട് കഴിയുന്നില്ല. ഇപ്പൊ BJPയിലേക്ക് ഒരുപാട് കഴിവുള്ള നേതാക്കന്മാർ ഒത്തിരി വന്നതാണ്. അവരുടെ കഴിവ് പാർട്ടിയുടെ മുതൽക്കൂട്ടാക്കി മാറ്റാൻ നേതൃത്വത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പരാജയം. കാരണം അവര് വളർന്നു വന്നു കഴിഞ്ഞാൽ എന്റെ സീറ്റ് പോകുമോ എന്നുള്ള പേടി, ആ ഒരു ഭയം ഇവരെ ഈ പാർട്ടി ഇല്ലാതാക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്കറിയാലോ, ഓരോ സമയങ്ങളിലും എത്രയോ മുസ്ലിങ്ങൾ BJPയിൽ വരുന്നുണ്ട്, എത്രയോ ക്രൈസ്തവർ BJPയിൽ വരുന്നുണ്ട്. എന്നാൽ ക്രൈസ്തവർക്ക് ഒരു അത്യാവശ്യം പരിഗണന കൊടുക്കുന്നുണ്ട്. ക്രൈസ്തവർ ഇവർ മാക്സിമം കൂട്ടിപ്പിടിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ മുസ്ലിങ്ങളെ, പ്രത്യേകിച്ച് സുരേന്ദ്രനെ പോലുള്ള നേതാക്കന്മാര് എപ്പോഴും പുച്ഛത്തോടെയാണ് മുസ്ലിം സമുദായത്തെ സുരേന്ദ്രനെ പോലുള്ള നേതാക്കന്മാര് കാണുന്നത്. ഇത് സുബൈർ ബാപ്പു പറയുമ്പോൾ ഇതിൽ നിങ്ങൾക്കൊരു എതിർ സംസാരമായിട്ട് തോന്നേണ്ട ആവശ്യമില്ല. ഉള്ള കാര്യമാണ് പറയുന്നത്. ഇപ്പൊ ഞാനുള്ള കാര്യം പറഞ്ഞ ഒരു നേതാവിന്റെ ഒരു വീഡിയോ, ഒരു വോയിസ് എന്റെ അടുത്തുണ്ട്. കാര്യം പറഞ്ഞ കരിയപ്പിന്റെ അലിയും പുറത്ത് എന്ന് പറയാലോ, ഒരു ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട് അദ്ദേഹം.
ഞാൻ നോക്കട്ടെ, എൻ്റെ അടുക്കുണ്ടെങ്കിൽ ഞാൻ കേൾപ്പിച്ചുതരാം. അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ട്, കാര്യപ്പെട്ട ഒരു നേതാവിന്റെ. അദ്ദേഹം പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല്, മുസ്ലിങ്ങളെ മുസ്ലിങ്ങളൊക്കെ തീവ്രവാദികളാണ്, ഭീകരവാദികളാണ് എന്ന രീതിയിലാണ് ഇവിടെ കാണുന്നത് എന്ന്. അത് ശരിയായൊരു ഒരു രീതിയല്ല. അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. നിങ്ങൾക്കാർക്കെങ്കിലും ആ രീതി അംഗീകരിക്കാൻ പറ്റുമോ? ഇവിടെ എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളൊന്നുമില്ല. മോശം പ്രവണത ആര് കാണിക്കുകയാണെങ്കിലും അതിനെ നമ്മൾ ചോദ്യം ചെയ്യണം. ഇതാ നിങ്ങൾക്ക് ഞാനൊരു ക്ലിപ്പ് കാണിച്ചുതരാം. ബിജെപി നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ച ദേശീയ സമിതി അംഗം CK പത്മനാഭൻ. രാജ്യത്ത് ചിലർ മുസ്ലിം വിരുദ്ധത വളർത്തിക്കൊണ്ടുവന്നിട്ടുണ്ടെന്നും അത് ഒരു ഗുണവും ചെയ്യില്ലെന്നും ബിജെപി ദേശീയ സമിതി അംഗം CK പത്മനാഭൻ. മുസ്ലിം സമുദായം ഭാരതത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. ഒരു സമുദായത്തെയും ഒഴിച്ചു നിർത്താൻ സാധ്യമല്ല. മൂല്യാധിഷ്ഠിത രാഷ്ട്രീയത്തിന് പകരം പാർട്ടിയിൽ അധികാരാധിഷ്ഠിത രാഷ്ട്രീയത്തിന് മേൽക്കൈയുണ്ടായെന്ന് CK പത്മനാഭൻ. കോൺഗ്രസ് മുക്ത ഭാരതം എന്നതിന് പകരം കോൺഗ്രസ് മുക്ത ബിജെപിക്കായി പോരാടേണ്ട അവസ്ഥയിലാണ് പാർട്ടി ഇപ്പോൾ. അധികാരം മോഹിച്ച ബിജെപിയിലേക്ക് കൂടുതൽ പേർ വരുന്നു. സീറ്റ് വിൽക്കാൻ ശ്രമിച്ചെന്ന PC ജോർജിന്റെ ആരോപണം ഗുരുതരമെന്നും CK പത്മനാഭൻ. മീഡിയ വൺ ദേശീയപാതയിലാണ് ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗത്തിന്റെ പ്രതികരണം. അല്ല, ഒരു സമുദായത്തെയും നമുക്ക് ഒഴിച്ചു നിർത്താൻ വേണ്ടി സാധ്യമല്ല. പ്രത്യേകിച്ച് ഇപ്പം നമ്മൾ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു സ്ഥിതി, ഒരു മുസ്ലിം വിരുദ്ധത ഇപ്പം വളർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമുക്ക് ഒരു ഗുണവും ചെയ്യില്ല. അത് നമ്മൾ ചില ആളുകളുടെ, ചില വികാര ജീവികളുടെ ഈ ഞരമ്പ് രോഗം മാറ്റാൻ പറ്റുന്നുള്ളതിൽ കവിഞ്ഞിട്ട് നമ്മുടെ നാട്ടിന്റെ ഒരു സർവതോമുഖമായ പുരോഗതിക്കും സാഹോദര്യത്തിനും സൗഹാർദ്ദപരമായ ജീവിതത്തിനും ഒരു തരത്തിലും പ്രയോജനം ചെയ്യാത്ത ഒരു ഇതാണ് ഒരു വേണ്ടുന്നതിന് വേണ്ടാത്ത ഒരു മുസ്ലിം വിരുദ്ധത. പക്ഷെ മുസ്ലിം സമുദായം എന്ന് പറയുന്നത് ഭാരതത്തിൽ വളരെയധികം ഈ നാടിന്റെ ദേശീയതയുടെ അവിഭാജ്യ ഘടകമാണ് എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതാണ് എന്റെ ഹിന്ദുത്വം എന്ന് പറയുന്നത് സ്വാമി വിവേകാനന്ദന്റെയും ശ്രീനാരായണ ഗുരുദേവന്റെയും ഹിന്ദുത്വമാണ് എന്റെ ഹിന്ദുത്വം. പക്ഷെ ഇന്ന് എനിക്കറിയാം, ഇത്രയും സ്നേഹിച്ച ചങ്ക് പറിച്ചു കൊടുക്കാൻ കഴിയുന്ന ആളുകൾ മലപ്പുറം ജില്ലയിലാണ്. ഇത് എനിക്ക് അനുഭവമുള്ളതാണ്. ഇത് നമ്മളെന്തെങ്കിലും ഒരു കെട്ടിച്ചമച്ച് പറയേണ്ട കാര്യമില്ല. മലപ്പുറം ജില്ല വികസന രംഗത്തും നല്ല റോഡുകൾ അതിലും വളരെ മുന്നോട്ട് പോയിട്ടുണ്ട്. ജനങ്ങൾ ഇത്രയധികം സ്നേഹിക്കുന്ന ആളുകൾ, നൂറുകണക്കിന് ചെറുപ്പക്കാരായിട്ടുള്ള മുസ്ലിം യുവാക്കന്മാർ എന്റെ സുഹൃത്തുക്കൾ. നമുക്കവരെ ആശ്രയിക്കാം, നമുക്കവരെ വിശ്വസിക്കാം. ഇത്തരത്തിലുള്ള ആളുകളെ ഒക്കെ നമ്മൾ സംശയത്തോടുകൂടി നോക്കേണ്ട കാര്യം എന്താ? ഇപ്പൊ നമ്മള് അയൽവാസികൾ അങ്ങോട്ട്, ഇത് ഉത്തരേന്ത്യയല്ല, തൊട്ടടുത്ത് മുസ്ലിം ഇപ്പുറത്തെ ക്രിസ്ത്യാനി, നമ്മളിങ്ങനെ ഒരുമിച്ച് നിൽക്കുകയാണ്. പെരുന്നാൾ വരുമ്പോഴും ഓണം വരുമ്പോഴും ക്രിസ്മസ് വരുമ്പോഴും ഒക്കെ ഭക്ഷണ സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമാണ് നമ്മുടെ കേരള സമൂഹം. ആ കേരള സമൂഹത്തിന്റെ വ്യവസ്ഥ, സുന്ദരമായ വ്യവസ്ഥ, അതിനെ പോറലേൽപ്പിക്കുന്ന ഏത് സിദ്ധാന്തം ആര് കൊണ്ടുവന്നവർ പരാജയപ്പെടുകയോ എന്നുള്ളതാണ് എന്റെ വിഷയം. വളരെയധികം നന്ദി ശ്രീ CK പത്മനാഭൻ. കേട്ടില്ലേ? സുബൈർ ബാപ്പു എന്നോ പറയുന്ന കാര്യമാണിത്. ഒരു മുസ്ലിം വിരുദ്ധത ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു പുച്ഛത്തോടെ കാണും, ഒരു ഭയത്തോടെ കാണും ആൾക്കാർ. മുസ്ലിമാനാണ് അല്ലേ, അവൻ തീവ്രവാദിയായിരിക്കും, അവൻ വർഗീയവാദിയായിരിക്കും എന്നൊരു ചിന്ത BJPയിൽപ്പെട്ട കുറച്ച് ആൾക്കാരെ വിത്ത് ബാക്കി കൊടുത്തിരിക്കുക. അതിങ്ങനെ കിളിർത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം. ഒരു മുസ്ലിങ്ങളെ കാണുമ്പോൾ ആൾക്കാർക്ക് പൊതുവെ പേടിയാ, ഭയാണ്. മുസ്ലിങ്ങളൊക്കെ മോശക്കാര്, മുസ്ലിങ്ങളൊക്കെ തീവ്രവാദികള്, മുസ്ലിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ ഒരു പേര് കേസിലൊക്കെ എന്തെങ്കിലും വരണം, അത് ഹൈലൈറ്റ് ചെയ്യും. മറ്റുള്ള മതസ്ഥർ ചെയ്യുകയാണെങ്കിൽ അത് വളരെ പതുക്കട് അമർത്തിയിടും. അങ്ങനെയൊക്കെയാണ്. അപ്പോ ഇതില് പ്രധാനമായിട്ടും BJPയുടെ ചില നേതാക്കന്മാർക്ക് അതിനകത്ത് പങ്കുണ്ട്. ഒരു ഹിന്ദു ഒരുമിക്കണം എന്ന് പറഞ്ഞ ആൾക്കാര് ആദ്യം ചെയ്യേണ്ടത് നിങ്ങളൊരു കാര്യമാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ജാതീയത ഒഴിവാക്കാൻ പറ്റും നിങ്ങൾക്ക്. ഇന്ത്യയിൽ ആദ്യം ചെയ്യേണ്ടത് ജാതീയത ഒഴിവാക്കിയിട്ട് നിങ്ങൾ ഹിന്ദുവിനെ ഒരുമിപ്പിക്കോ. ഇനി മുതല് റേഷൻ കാർഡിലോ ഇനി മുതല് എവിടെയും ജാതി പേരുണ്ടാവാൻ പാടില്ല എന്ന് അന്തസ്സോടൊരു നിയമം കൊണ്ടുവരാൻ പറ്റും. ആദ്യം ഹിന്ദുക്കൾക്ക് വേണ്ടി അത് കൊണ്ടുവരിക. ആദ്യം
അപ്പൊ നിങ്ങൾ അംഗീകരിക്കാം. SC ST ഈഴവ അങ്ങനെ നായര് നമ്പൂര് പാണര് പട്ടര് എന്നുള്ള ആ ഒരു ജാതീയത അതൊരു ഒഴിവാക്കുകയാണെങ്കിൽ അംഗീകരിക്കാം ഹിന്ദു ഒന്നാണ് എന്നുള്ളത്. അതുപോലെ തന്നെ ഒരു നമ്പൂരിന്റെ മകനെ കൊണ്ട് ഇങ്ങ് താഴെത്തട്ടില് ഒരു ഹരിജൻ പെൺകുട്ടിയെ കല്യാണം കഴിപ്പിക്കാൻ നിങ്ങൾ കൊണ്ട് കഴിയോ? അല്ലെങ്കിൽ ഒരു ഹരിജൻ ഒരു SC ST വിഭാഗത്തിൽപ്പെട്ട ഒരു പയ്യനെ കൊണ്ട് ഒരു ഈഴവ യുവതിയെ കല്യാണം കഴിപ്പിക്കോ നിങ്ങള്? അങ്ങനെ നിങ്ങൾ ഒരുമിപ്പിക്കോ? എന്നാൽ ഈ പറയുന്ന മുസ്ലിങ്ങളുണ്ടല്ലോ, മുസ്ലിങ്ങളോട് ഒരുമ നിങ്ങൾക്ക് മനസ്സിലാക്കണം. മുസ്ലിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നിങ്ങൾ മുസ്ലിങ്ങളെയും ഈ ഹൈന്ദവ സഹോദരങ്ങളും ക്രൈസ്തവ സഹോദരങ്ങളും ഒരു കാര്യം മനസ്സിലായിക്കോളി. എന്താ പറയാ, നിങ്ങള് മുസ്ലിങ്ങൾ ഒരുമയാണ് എപ്പോഴും ഈ പറയുന്ന കാര്യത്തിലൊക്കെ. ഒരു മുജാഹിദ് കുടുംബത്തിൽ നിന്ന് സുന്നിയിലേക്ക് കുട്ടിനെ കൊണ്ട് കൊടുക്കാറുണ്ട്. ഒരു സുന്നി കുടുംബത്തിൽ നിന്ന് ജമാഅത്തിന്റെ കുടുംബത്തിലേക്കും കുട്ടികളെ കൊടുക്കാറുണ്ട്. ഞങ്ങൾക്ക് അവിടെ വിഭാഗീയത അല്ല. അവൻ സുന്നിയാണ്, അവൻ മുജാഹിദാണ്, അവൻ ജമാഅത്താന്ന് പറഞ്ഞിട്ടുള്ള വിഭാഗീയത ആ ഒരു കാര്യത്തിലൊന്നുമില്ല. എന്നാൽ ചില കാര്യത്തിൽ ഇവർ നടത്താറുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് ഒരു നമ്പൂരിന്റെ മകനെ കൊണ്ട് ഒരു SC ST വിഭാഗത്തിൽപ്പെട്ട ഒരു കുട്ടിയെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുമോ? അങ്ങനെയാണ് സുരേന്ദ്ര ഒരുമിപ്പിക്കേണ്ടത്. ഹിന്ദുവിനെ ഒരുമിപ്പിക്കും. സുരേന്ദ്രന്റെ മകനെ കൊണ്ട് അല്ലെങ്കിൽ സുരേന്ദ്രന്റെ മകളെ ഒരു SC ST വിഭാഗത്തിൽപ്പെട്ട ഒരു പയ്യനെ കൊണ്ടോ ഒരു പെണ്ണിനെ കൊണ്ടോ കല്യാണം നടത്തി കൊടുക്കാൻ സുരേന്ദ്രൻ തയ്യാറാവുമോ? അങ്ങനെ ഹിന്ദുവിനെ ഒരുമിപ്പിക്ക്. അതിന് ഗഡ്സ് ഉണ്ടാക്കുക ആദ്യം. എന്നിട്ട് മതി മുസ്ലിങ്ങൾ നെഞ്ചത്ത് കയറല. സുരേന്ദ്ര, നിനക്കൊന്നും ചെയ്യാനും കഴിയില്ല. നീ എന്നിട്ട് മുസ്ലിങ്ങളെ നെഞ്ചത്ത് അങ്ങനെ കയറാം. മുസ്ലിങ്ങളിൽ തെറ്റുകാരുണ്ട്, അവരൊറ്റപ്പെടുത്തിക്കോ. ഇന്ത്യ രാജ്യത്തിലെ ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളും മോശാന്ന് പറഞ്ഞ ആ ഒരു നിന്റെ സ്റ്റേറ്റ്മെന്റുകൾ കണ്ടല്ലോ, അതൊക്കെ ജനങ്ങൾ എന്നോ പുച്ഛത്തോടെ വലിച്ചെറിയും. ബീഫ് തിന്നാൻ പാടില്ല എന്ന് പറഞ്ഞു ചെയ്യും, ബീഫിൽ നല്ലോണം ഉള്ളിട്ടാണ് തിന്നും ചെയ്യും. അല്ലേ? ഇതൊന്നുമല്ല രാഷ്ട്രീയം. സുരേന്ദ്രന്റെ എന്ത് വർഗീയ രാഷ്ട്രീയം കൊണ്ടൊന്നും സുരേന്ദ്രന്റെ നേതാവാകാൻ പറ്റില്ല. ജന മനസ്സുകളിൽ കയറണമെന്നുണ്ടെങ്കിൽ കുറച്ച് പാടാണ്. ഈ വർഗീയ വിഷം വിറ്റിട്ടല്ല ജന മനസ്സുകളിൽ കയറേണ്ടത് സുരേന്ദ്ര. മറ്റാരോ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഓരോ വർക്കുകളൊക്കെ തന്റെ പേരിലേക്ക് ഇമേജിന് വേണ്ടി കൂട്ടിയെഴുതുന്ന ആളാണ് സുരേന്ദ്രൻ, അല്ലെ? അങ്ങനെ തന്നെ തൃശ്ശൂരിലെ വിജയത്തിലെ സുരേന്ദ്രന് ഒരു റോളും ഇല്ല. എന്നിട്ടും എന്താ പറഞ്ഞത്? ഞാൻ കേരളത്തിലെ BJPയുടെ പ്രസിഡന്റ് ആകുമ്പോഴാണ് ആദ്യമായിട്ട് കേരളത്തിലൊരു MP പറഞ്ഞത്. അതിന് ക്രെഡിറ്റ് അധ്വാനം സുരേഷ് ഗോപിക്കും, ക്രെഡിറ്റ് സുരേന്ദ്രനും. ഇതൊക്കെ ആദ്യം ഒഴിവാക്ക്. ഇതൊക്കെ പുച്ഛത്തോടെ ജനങ്ങൾ കാണുള്ളൂ. നീയൊക്കെ ആ സ്ഥാനത്ത് നിന്ന് പോകുന്നത് വരെ സുബൈറോപ്പൊന്നും ആത്മാർത്ഥത്തോടെ BJPയിൽ പ്രവർത്തിക്കൂല. നിന്നെ പോലെ കുറച്ച് ആൾക്കാരുണ്ട്. കാരണം ഒരുപാട് ആൾക്കാർ ഈ പാർട്ടിയെ ഇഷ്ടപ്പെടുന്നു, BJPയെ ഇഷ്ടപ്പെടുന്നു, BJPയുടെ പ്രവർത്തനങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ നേതാക്കന്മാരുടെ ഏകാധിപത്യ സ്വഭാവത്തിനെ ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ട് ഒരുപാട് ആൾക്കാർ BJPയിൽ നിന്ന് വിട്ടുനിന്നു. ഇപ്രാവശ്യം വോട്ട് എത്ര കുറഞ്ഞു നോക്ക്, അതിലേറെ കുറയും. ഓരോ വാർഡ് തോറും നിങ്ങൾ വോട്ടിന്റെ ശതമാനം നോക്ക്. BJP കിട്ടിയ വോട്ട് നല്ല കുറവാ. എന്തുകൊണ്ട്? നിങ്ങൾക്ക് നിങ്ങളെ അണികളെ കൂട്ടിപ്പിടിക്കാൻ അറിയില്ല. നിങ്ങൾക്ക് എത്ര പേരുണ്ട്, എന്തെങ്കിലും ഒരു പ്രശ്നം പറയുമ്പോൾ അത് പരിഹരിക്കാന് BJPയുടെ നേതാവ് എന്ന് അറിയപ്പെടുന്ന സുരേന്ദ്രന് കഴിയുന്നില്ല. സുരേന്ദ്രന്റെ സിംഗിളികൾക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് സുബൈർ ബാപ്പു ഇപ്പൊ BJP വിട്ടോ എന്നാണ് നിങ്ങളെ ചോദ്യം, അല്ലെ? സുബൈർ ബാപ്പു BJP വിട്ടിട്ടുമില്ല, സുബൈർ ബാപ്പു BJPയിൽ നിൽക്കുന്നുമില്ല. എന്തൊരു ഉത്തരവാണ് സുബൈർ ബാപ്പു ഈ പറഞ്ഞത്? BJP വിട്ടിട്ടുമില്ല, BJPയിൽ നിൽക്കണമില്ല. അതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ തന്നെ പറഞ്ഞോ. അപ്പൊ അതാണ് എനിക്ക് പറയാനുള്ളത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. BJPയില് ഇപ്പോ പ്രസ്ഥാനം വളരുമ്പോ എന്താ സംഭവിക്കുക? പുതിയ നേതാക്കന്മാര് കണ്ടം ചാടി ഇങ്ങനെ വരും.
ആ കണ്ടം ചാടി വന്ന ആൾക്കാർക്ക് ഓരോ സ്ഥാനങ്ങൾ കൊടുക്കും. അതുവരെ ഹാർഡ് വർക്ക് ചെയ്ത, ഫീൽഡ് വർക്ക് ചെയ്ത് ഈ പ്രസ്ഥാനത്തെ വളർത്തിയ BJP-ക്കാരൊക്കെ സ്വാഹ അല്ലേ? ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കാറുള്ളത്. അപ്പൊ എന്തായാലും ഇത്രയും നേരം എന്റെ ശബ്ദം കേട്ട് എന്നെ സഹിച്ച് ഈ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമന്റ് ചെയ്ത എല്ലാവരോടും നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഓക്കെ.